ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പോൾ എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും സുഖം തന്നെ. മുട്ടയുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബിസ്കീമി എന്ന പലഹാരവുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് മൈദപ്പൊടിക്കാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നത്. എത്രയാണോ പൊടിയെടുക്കുന്നത് അതിൻ്റെ പകുതി വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓയിലും, ഏതെങ്കിലും ഒരു ഓയിൽ നമുക്ക് ചേർക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മൈദപ്പൊടിയും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കാം. ഇനി എന്ത് ചെയ്താൽ മതി, കുറച്ച് സമയം അവിടെ അങ്ങനെ വെച്ചിട്ട് അതൊന്ന് ആറി കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ നല്ല ചൂട് മൊത്തം പോകാൻ വേണ്ടിയിട്ട് നോക്കറ്. നമ്മുടെ കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന ഒരു ചൂടാകുമ്പം തന്നെ നമുക്കത് നല്ലോണം ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തൊടുമ്പോഴൊക്കെ കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൈ പൊള്ളാത്ത വിധത്തിലുള്ള ചൂട് പോയിട്ടാകുമ്പോൾ ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ നോക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉരുളകളാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഒരു കഷ്ണം കാബേജ്, ഒരു ഉള്ളി, പച്ചമുളക്, ഇത്ര മാത്രമേ ഇത് ഈ ഫില്ലിങ്ങിന് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പം ഞാനിവിടെ 2 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മുട്ടയും കൂടി പുഴുങ്ങി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ മുറിച്ച് വെച്ച വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിയും കാബേജും ഒക്കെ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടകൾ അതിലേക്ക് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉരുളകളാക്കി വെച്ചത് അത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫില്ലിങ് നിറച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2 സൈഡും ഞാൻ കാണുന്നത് പോലെ ഒന്ന് സൈഡ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് അപ്പുറത്തുനിന്ന് റോളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ കാണിച്ച് തരുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വേഗത്തിൽ ഒട്ടിക്കിട്ടും. കാരണം നമ്മൾ ചൂടാക്കിയിട്ട് ഇതാക്കി വെച്ചത് കൊണ്ട് തന്നെ ആ മൈദപ്പൊടിയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ തൊട്ട് ഇതാക്കുമ്പോൾ തന്നെ അതവിടെ പറ്റി നിന്നോളും. അതുപോലെ മറ്റുള്ളതും ഉരുളകളും കൂടി ഞാനിങ്ങനെ പരത്തിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിലാക്കാൻ പറ്റിയ ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് വഴറ്റാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് മുറിച്ചിട്ട് കൊടുത്താൽ തന്നെ ഫില്ലിങ് റെഡിയായി. കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ഒന്നുമില്ല, ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് അതിലൊന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും മാറ്റിയും തിരിച്ചൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറം വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമെല്ലാക്കിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ പൊരിച്ചിട്ട് എടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിസ്കീമി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളുമാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്